കേരളത്തിൽ ഇക്കുറി ഏതാണ്ട് 30ഓളം മണ്ഡലങ്ങളിലാണ് അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത്. ചിലർ പറയുന്നു അത് 20നും 25നും ഇടയ്ക്ക് മണ്ഡലങ്ങളിലേ ഉള്ളൂ. ചിലർ അത് 35 പറയുന്നു. എന്തായാലും കേരളത്തിൽ ഇക്കുറി നിരവധി മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരു വശത്ത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF എന്ന മുന്നണി CPM നേതൃത്വം നൽകുന്ന മുന്നണിയാണെങ്കിൽ, പ്രധാന പ്രതിപക്ഷമായ UDF മുന്നണി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ മുന്നണിയും, അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിക്കുന്ന NDA മുന്നണി, അതിലെ ഏറ്റവും പ്രധാന കക്ഷിയായ BJP, ആ BJPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കേരളത്തിലും NDA മുന്നണി മത്സരിക്കുന്നത്. BJPയെ കൂടാതെ 2020, BDJS, NPP തുടങ്ങിയ പാർട്ടികൾ അതിലുണ്ട്. ഞാൻ എന്തായാലും ഈ പാർട്ടികളുടെ എണ്ണം എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് ചിലത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിൽ ഇക്കുറി ശക്തമായ ത്രികോണ മത്സരം ഉണ്ട് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തവണയും, അതായത് 2021ലും അതിശക്തമായ ത്രികോണ മത്സരം അവിടെ നടന്നിരുന്നു. അന്ന് ഏതാണ്ട് 43,000 ചില്ലുവാനം വോട്ടുകൾക്കാണ് CPIയുടെ ബാലകൃഷ്ണൻ ജയിച്ചു വന്നത്. രണ്ടാം സ്ഥാനത്ത് ഇന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാക്ഷാൽ ലീഡർ K കരുണാകരൻ്റെ മകൾ പത്മജയാണ് അന്ന് രണ്ടാം സ്ഥാനത്ത് വന്നത്. അവർക്ക് 41,000 ചില്ലുവാനം വോട്ട് കിട്ടി. അതുപോലെ അന്ന് മൂന്നാം സ്ഥാനത്തെത്തിയത് ഇന്ന് തൃശ്ശൂരിൻ്റെ MP-യായി കേന്ദ്രത്തിൽ പെട്രോളിയം സഹമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിക്ക് അന്ന് 40,000 ചില്ലുവാനം, അതായത് അന്ന് പത്മജയും സുരേഷ് ഗോപിയും തമ്മിൽ ഏതാണ്ട് 1000 വോട്ടിൻ്റെ, 1000-ൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തന്നെ 2021 തൃശ്ശൂർ മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അത് ഇക്കുറിയും ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം. ഇക്കുറി ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ ഇക്കുറി താമര ചിഹ്നത്തിൽ BJP സ്ഥാനാർത്ഥിയായി NDA മുന്നണിയിൽ നിന്നുകൊണ്ട് മത്സരിക്കുകയാണ്. പത്മജയുടെ BJPയിലേക്കുള്ള കടന്നുവരവ് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. കേരളത്തിലെ കോൺഗ്രസ്സിന് കിട്ടിയ ഏറ്റവും വലിയ അടികളിലൊന്നായിരുന്നു അത്. പത്മജ കോൺഗ്രസ് വിട്ട് പുറത്തു പോയതിന് പറഞ്ഞ കാരണം, കോൺഗ്രസ്സിനുള്ളിൽ തന്നെ പലരും പാലം വലിച്ചു, തൻ്റെ തോൽവിക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ തന്നെ പ്രവർത്തിച്ചു, അച്ഛനെ കാലുവാരിയതുപോലെ തന്നെയും ചില കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് കാലുവാരി എന്നാണ്. ആ കാലുവാരിയ കോൺഗ്രസ് നേതാക്കൾക്ക് മധുരമായി പകരം വീട്ടാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ BJPയിലെത്തിയ പത്മജ 2024 BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി അരയും തലയും മുറുക്കി കച്ചകെട്ടി രംഗത്തിറങ്ങി. ആ ഇറക്കം വെറുതെ ആയില്ല, അവരുടെ കൂടി സഹായത്തോടുകൂടി. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം, തൃശ്ശൂർ ജില്ല തന്നെ ലീഡർ ശ്രീ K കരുണാകരൻ്റെ തട്ടകമാണെന്ന് എല്ലാവർക്കും അറിയാം. പലപ്പോഴും ലീഡർ അവിടെ അടി പതറിയിട്ടുണ്ട്, ലീഡർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെയും വീഴ്ത്തിയിട്ടുണ്ട്. അത് എതിരാളികളല്ല, സ്വന്തം പാർട്ടിക്കാരാണ് അദ്ദേഹത്തെ വീഴ്ത്തിയത്. ആ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. ആ ലീഡറുടെ മകൾ ശ്രീമതി പത്മജയ്ക്ക് തൃശ്ശൂരിൽ നല്ല വേരോട്ടമുള്ള ഒരു നേതാവാണ്. തൃശ്ശൂരിലെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു പത്മജ. ആ ഒരു തലയെടുപ്പ് അവർ ഭംഗിയായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപിക്ക് വേണ്ടി വിനിയോഗിച്ചു. സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമല്ല, തിരുവനന്തപുരത്ത്, തൃശ്ശൂർ പോലെ തന്നെ തിരുവനന്തപുരവും ശ്രീ K കരുണാകരൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു. ഇവിടെയും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും പത്മജ തൻ്റെ മികച്ച സേവനം നൽകി. ആറ്റിങ്ങലും അതുപോലെ തിരുവനന്തപുരവും 2 മണ്ഡലങ്ങളിലും BJPക്ക് വലിയ തോതിൽ വോട്ട് കൂടാൻ അല്ലെങ്കിൽ വോട്ട് നേടാൻ അവർ സഹായിച്ചു എന്നുള്ളത് സത്യമാണ്, ചരിത്രമാണ്. അത് BJPക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഈ പറഞ്ഞതുപോലെ പത്മജയുടെ സംഭാവന വളരെ വലുതാണ്. അങ്ങനെയുള്ള പത്മജയാണ് 2024
തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി താമര വിരിയിക്കാൻ എല്ലാ സഹായവും ചെയ്തത്. അങ്ങനെ അവർ തന്നോട് ചെയ്തതിന് കോൺഗ്രസ് നേതാക്കൾക്ക് മധുരമായി പകരം വീട്ടി കോൺഗ്രസ് നേതാക്കളോട്. എന്തായാലും കോൺഗ്രസ് 3ാം സ്ഥാനത്തായി. അവരുടെ ജ്യേഷ്ഠൻ ശ്രീ കെ മുരളീധരനാണ് കോൺഗ്രസ്സിന് വേണ്ടി സുരേഷ് ഗോപിക്കെതിരായി മത്സരിച്ചത്. VS സുനിൽകുമാർ ആയിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. എന്തായാലും സുരേഷ് ഗോപി ഏതാണ്ട് 75,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച് കയറി എന്നുള്ളതാണ് ചരിത്രം. ആ ചരിത്രം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. പത്മജയ്ക്ക് എതിരാളിയായി വന്നിരിക്കുന്നത് LDFൽ CPIയുടെ സ്ഥാനാർത്ഥിയായി ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന സാഹിത്യകാരനാണ്. അതുപോലെ കോൺഗ്രസ്സിന് വേണ്ടി രാജൻ പല്ലന എന്ന ജില്ലാ നേതാവാണ് മത്സരിക്കുന്നത്. എന്തായാലും ഇക്കുറി തൃശ്ശൂരിൽ എന്താണ് ഇടതുമുന്നണിയുടെ അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെമ്പാടും പാറശാല മുതൽ മഞ്ചേശ്വരം വരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. ഈ സത്യം പക്ഷേ മാർക്സിസ്റ്റുകാർക്ക് മാത്രം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തങ്ങൾ ജയിക്കുമെന്ന് ഊറ്റം കൊള്ളുകയാണ്. എന്തായാലും ആ ഊറ്റം കൊള്ളലിൻ്റെ ഫലമായിട്ടാണ് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന സാഹിത്യകാരൻ അവിടെ മത്സരിക്കാനെത്തിയത്. തൃശ്ശൂരിലടക്കം പല ജില്ലകളിലും CPMും CPIയും തമ്മിൽ തെറ്റലിലാണ്. CPI തോറ്റു കാണാൻ CPM ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞാൽ അവർ നമ്മളോട് ദേഷ്യപ്പെടും, വഴക്കിന് വരും. എന്തായാലും തൃശ്ശൂരിലും ആ വിഭാഗീയതയൊക്കെ മുന്നണിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. CPIക്കുള്ളിലാകട്ടെ ഇതുപോലെ തന്നെ, അതായത് മുന്നണിയിൽ എങ്ങനെയാണോ വിഭാഗീയത രൂക്ഷമായിരിക്കുന്നത് അതേ വിഭാഗീയത പാർട്ടിക്കുള്ളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ബാലകൃഷ്ണന് വീണ്ടും സീറ്റ് കൊടുക്കാതെ ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെ ഒരാളിനെ മത്സരിപ്പിക്കാൻ CPI തീരുമാനിച്ചത്. ആലങ്കോട് ലീലാകൃഷ്ണനാകട്ടെ സ്ഥാനത്തും അസ്ഥാനത്തും മതേതരത്വം എന്ന ഒരു അസുഖമുള്ള ആളാണ്. അദ്ദേഹം ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഒക്കെ കുറിച്ച് പറയുന്നത് വെറും പുരാണ കഥാപാത്രങ്ങൾ എന്നാണ്. അത് ഹിന്ദുക്കളുടെ ഭക്തിയെയും വിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് പോലും അദ്ദേഹത്തിന് നോട്ടമില്ല. മറിച്ച് അദ്ദേഹം മതപ്രവാചകന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ മത സ്ഥാപകന്മാരെക്കുറിച്ച് ഒക്കെ വാഴ്ത്തിപ്പാടും. പക്ഷേ ഹിന്ദു എന്ന ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ, അവരുടെ ഭക്തിയെ ഒക്കെ കിട്ടുന്ന അവസരത്തിലെല്ലാം ചവിട്ടിത്തേക്കാൻ മികച്ച പ്രാസംഗികൻ കൂടിയായ ആലങ്കോട് ലീലാകൃഷ്ണൻ അവസരം വിട്ടുകളയാറില്ല. അതിനുള്ള അവസരം അദ്ദേഹം നന്നായി വിനിയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ആലങ്കോട് ലീലാകൃഷ്ണനാണ് സാംസ്കാരിക തലസ്ഥാനം കൂടിയായ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നത്. തൃശ്ശൂരിലുള്ളവർക്ക് സംസ്കാരമുണ്ടെങ്കിൽ അവർ ഈ സ്ഥാനാർത്ഥിയെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യും എന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും. എന്തായാലും രാജൻ പല്ലന മുമ്പെങ്ങും അധികം പേര് കേട്ടിട്ടുള്ള ഒരു നേതാവല്ല. ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ച് LDFൽ നിന്ന് പിടിച്ചെടുത്തെങ്കിലും അതിനുള്ളിൽ അതിരൂക്ഷമായ അടി നടക്കുകയാണ്. അതായത് സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും പണത്തൂക്കവും നോക്കിയാണ് മേയർ പോലെയുള്ള സ്ഥാനങ്ങൾ പോലും നൽകുന്നത് എന്ന ആക്ഷേപമാണ് അവിടെ ഉയർന്നു വന്നത്. നമ്മൾ കണ്ടതാണ്. ലാലി ജെയിംസ് എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ തന്നെ വാക്കുകൾ നമ്മളെല്ലാവരും നേരിട്ട് കേട്ടതാണ് മാധ്യമങ്ങളിലൂടെ. അങ്ങനെ കോൺഗ്രസ്സിനുള്ളിൽ UDFനുള്ളിൽ വളരെ ശക്തമായ ഈ ചേരിപ്പോര്, ജാതി മത വിഭാഗങ്ങളായി തിരിച്ച് ആൾക്കാരെ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന സമ്പ്രദായം അത് കോൺഗ്രസ്സിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വളരെ പണ്ട് മുതലേ ഉള്ളതാണ്. അത് തൃശ്ശൂരിൽ പക്ഷേ കോൺഗ്രസ്സിന് വലിയ ദോഷം ചെയ്യും എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും പത്മജ ഇതിനൊക്കെ അതീതയാണ്. BJPക്കുള്ളിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗീയതയുമില്ല.
BJP ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ അവിടെ നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. എന്തിനു പറയുന്നു, രാജ്യത്തെമ്പാടും തരംഗമുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തൃശ്ശൂർ എത്തുകയാണ് പത്മജയുടെ വിജയത്തിനായി. പത്മജയ്ക്ക് പത്മം വിരിയിക്കാൻ, താമര വിരിയിക്കാൻ കഴിയുമോ എന്നതാണ് തൃശ്ശൂരിൽ ഉയരുന്ന ചോദ്യം. നരേന്ദ്രമോദിയുടെ വരവോടുകൂടി അതിന് വലിയ ഊർജം ലഭിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. മാത്രമല്ല, സ്ത്രീ സുരക്ഷ അമ്പേ പാളിയിരിക്കുന്ന സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും തൃശ്ശൂർ പോലെയുള്ളൊരു നഗരത്തിൽ പത്മജയെ പോലൊരാൾ മത്സരിക്കുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട, അവർക്ക് വിജയം ഉറപ്പാണെന്നും BJP കണക്കുകൂട്ടുന്നു. BJPയുടെ കണക്കുകൂട്ടൽ ശരിയാകുമോ എന്ന് നമുക്ക് മെയ് 4-ാം തീയതി അറിയാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം സത്യമാണ്, കോൺഗ്രസ്സിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്തു വന്ന പത്മജ തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും വിജയിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടി മിഷണറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട് തൃശ്ശൂരിൽ. അതുകൊണ്ട് തന്നെ പത്മജയുടെ വിജയസാധ്യത വളരെ കൂടുതലാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിക്കുന്ന ഒരു നഗരമണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് ഇടതുപക്ഷം ഇക്കുറി ഏത് സ്ഥാനത്തായിരിക്കും എന്ന ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണോ എന്ന് പോലും സംശയിച്ചു പോകും. ഈ ത്രികോണ മത്സരം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ഇടതുപക്ഷത്തെ ബാധിച്ചിട്ടുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ വിജയസാധ്യതകളെ ബാധിച്ചിട്ടുണ്ട്. ഈ അവസരം മുതലെടുക്കാനാണ് BJP പരമാവധി ശ്രമിക്കുന്നത്. തൃശ്ശൂരിൽ തീർച്ചയായിട്ടും താമര വിരിയുമോ എന്ന് നമുക്ക് മെയ് 4-ന് അറിയാം.